ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്രാൻസിസ് ലെക്ചേഴ്സ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് ഈ സെമിസ്റ്ററിൽ ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്. അതിൻ്റെ കോഡ് PCECT 403 ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക്കലി നിങ്ങളുടെ സിലബസ് പാറ്റേൺ, അതേപോലെ ബേസിക്കലി എന്താണ് ഈ സബ്ജക്റ്റ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു അരമണിക്കൂർ സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2024 റിവിഷനിലുള്ള കുട്ടികളാണ് അല്ലേ? യെസ്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, കോഴ്സിന്റെ കോഡ് PCECT 403. ഇന്റേണൽ മാർക്സ് വരുന്നത് 40 ആണ്. അതേപോലെ എൻ്റെ സെമിസ്റ്റർ എക്സാമിനേഷൻ, ഫൈനൽ എക്സാമിനേഷന് നിങ്ങൾ എഴുതേണ്ടത് 60 മാർക്കിനാണ്. ക്രെഡിറ്റ് 4 ആണ് ഇതിന്റെ. അപ്പോൾ ക്രെഡിറ്റ് 4 കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ കോർ ടോപ്പിക് ആണ്, കോർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ പെർസെൻറ്റേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ക്രെഡിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് CGPA SGPA ഒക്കെ കാൽക്കുലേഷൻ വരിക. അപ്പോൾ ക്രെഡിറ്റ് കുറയും തോറും നിങ്ങൾ ഹൈ മാർക്ക് എടുത്താൽ നിങ്ങളെ പെർസെൻറ്റേജിൽ വലിയ വ്യത്യാസം വരില്ല. ക്രെഡിറ്റ് ഹൈ ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൂടുതലായതുകൊണ്ട് അതിൽ മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഫൈനൽ പെർസെൻറ്റേജിൽ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ മാക്സിമം ക്രെഡിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ അതിൽ 4 തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനർത്ഥം എന്താ, നിങ്ങളുടെ ഈ C എന്ന് പറയുന്ന ബ്രാഞ്ചിൽ അതിന് കോർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണിത്. ഇപ്പൊ നോൺ കോർ ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ചിലപ്പോൾ എൻവയോൺമെന്റൽ സയൻസ്, അതേപോലെ പ്രൊഫഷണൽ എത്തിക്സ്, അങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ ഉണ്ടാവും. മാനേജ്മെന്റ് സബ്ജക്റ്റുകൾ ഉണ്ടാവും. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഉദാഹരണം ഇപ്പോൾ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിലെ മെഷർമെന്റ് ആൻഡ് ഇൻസ്ട്രുമെന്റ്, അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 4 ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പൊ 4 സബ്ജക്റ്റ് നന്നായി പഠിക്കണം. 4, 3, 2 ഒക്കെ ഉള്ളത് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നൊരു മീനിങ് അതിനില്ല കേട്ടോ. എത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഇത് നിങ്ങളുടെ കോർ സബ്ജക്റ്റ് ആണ്. ഇനി എക്സാമിനേഷന്റെ സമയം 2 മണിക്കൂർ 30 മിനിറ്റ് ആണ്. പ്യുവർലി തിയറി ആണ്. ഇതിനകത്ത് തിയറി ആണെങ്കിലും പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഫുള്ളി പ്രോബ്ലമാറ്റിക് അല്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതിനോടെ പ്രാക്ടിക്കൽ ഓർ തിയറി, അതിൽ തിയറിയാണ്. ഇനി ഈ സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ട്. ഒരു യൂണിറ്റിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10ഓളം ഡെറിവേഷൻസ് ഒരു യൂണിറ്റിൽ തന്നെ വരും. അപ്പോൾ നിങ്ങൾ പേടിക്കാൻ വേണ്ടി പറയുന്നതല്ല, തുടക്കത്തിലൊക്കെ എളുപ്പമാണ്. എങ്ങനെയാണ് ഈ ഡെറിവേഷൻസ് ഒക്കെ ചെയ്യുന്നത് എന്ന് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം അത് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. എല്ലാ ഡെറിവേഷനും ബൈ ഹാർട്ട് പഠിക്കുമ്പോഴാണ് നമുക്കത് ട്രബിൾ ആവുന്നതും നമുക്ക് മടുപ്പ് വരുന്നതും സബ്ജക്റ്റ് ഇഷ്ടമല്ലാതാവുന്നതൊക്കെ. ഓക്കെ, അപ്പൊ തുടക്കത്തിലേ പഠിക്കുക, കുറച്ചായിട്ട് പഠിക്കുക. അവസാനം ഒരു എക്സാമിനേഷന്റെ തലേ ദിവസം ഒരിക്കലും ഇരുന്ന് പഠിച്ച് പാസ്സാവാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് അല്ല ഇത്. ഒരിക്കലും നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു എക്സാമിനേഷന്റെ ഒരു 3 ദിവസം മുമ്പ് കുത്തിയിരുന്ന് പഠിച്ചത് പാസ്സാവാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഡെഫിനറ്റ്ലി അത്രയും മെമ്മറി പവർ നമുക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ കഴിയുമ്പോഴേക്കും എനിക്ക് ഒരു 10-30ഓളം ഡെറിവേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം നമുക്ക് തലേ ദിവസം ചെയ്ത് ഓർത്തിരുന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ പ്രിപ്പറേഷൻ തുടങ്ങണം. ചില സബ്ജക്റ്റുകളൊക്കെ നമുക്ക് പെട്ടെന്ന് വളരെ ഷോർട്ട് ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതങ്ങനെയല്ല. ഇനി ഇതിന്റെ പ്രീ റിക്വസൈറ്റ് നോക്കുകയാണെങ്കിൽ അനലോഗ് സർക്യൂട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ അനലോഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ സെമിസ്റ്ററിൽ. അപ്പൊ ആ സബ്ജക്റ്റിനകത്തുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ഇവിടെ ആവശ്യം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു അനലോഗ് സർക്യൂട്ട് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിച്ച കുട്ടികൾക്ക് മാത്രമേ, അല്ലെങ്കിൽ അത് അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് കണ്ടന്റ് ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട, നമ്മൾ ആവശ്യം വരുന്ന സമയത്ത് അതിന്റെ ഇലക്ട്രോണിക്സ് പാർട്ട് ഏതാണോ, സർക്യൂട്ടിൽ വരുന്ന ഭാഗം ഏതാണോ, അതൊക്കെ ഒന്ന് തിരിച്ച് നമ്മളൊന്ന് ആ സെമിസ്റ്ററിലെ കാര്യങ്ങളിലേക്ക് പോയി റിഫ്രഷ് ചെയ്ത് വരും. പക്ഷെ എല്ലാ സമയത്തും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ബേസിക്കലി വോൾട്ടേജ് കറണ്ട്, വോൾട്ടേജ് ഡിവിഷൻ, കറണ്ട് ഡിവിഷൻ, തെവെനിൻസ് തിയറം, നോർട്ടൺ തിയറം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക്കലി ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ട്രാൻസിസ്റ്ററിന് ഹൈബ്രിഡ് പാരാമീറ്റർ വെച്ചിട്ട് H പാരാമീറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അനലോഗ് സർക്യൂട്ട്. ഡോണ്ട് വറി, നിങ്ങളിപ്പോൾ ഈ H പാരാമീറ്റർ ഒന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിലും അതിനുള്ള ഷോർട്ട് കട്ട്സ് ഒക്കെ ഞാൻ അതായത് ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞു തരും. അപ്പം പേടിക്കേണ്ട സബ്ജക്റ്റ് ഒന്നും അല്ല. പിന്നെ കാര്യമായിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഒന്നും എടുക്കണ്ട. നിങ്ങൾ സീനിയേഴ്സിൻ്റെ അടുത്ത് ഇതെങ്ങനെയാണ് ഈ സബ്ജക്റ്റുകൾ, എളുപ്പമാണോ ടഫാണോ അങ്ങനെയുള്ള ഫീഡ്ബാക്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഒരിക്കലും നമുക്ക് ഈ സബ്ജക്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഒരിക്കലും ആരും പറഞ്ഞു തരില്ല, അല്ലേ?
അവരെ പഠിപ്പിച്ച് നിങ്ങളിപ്പം നിങ്ങളെ പഠിപ്പിച്ച ടീച്ചർ നിങ്ങളുടെ സീനിയേഴ്സിന്റെ ടീച്ചേഴ്സ് അവരെ എങ്ങനെയാണോ പഠിപ്പിച്ചിരിക്കുന്നത്, അവർക്ക് എത്ര സമയം കിട്ടി, അവരതെങ്ങനെ പഠിച്ചു എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവരുടെ മനസ്സിൽ ഈ ഒരു പിക്ചർ ഉണ്ടാവുക ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി. അപ്പൊ നമ്മളങ്ങനെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള അഭിപ്രായം വരും. അപ്പൊ അതൊന്നും നിങ്ങൾ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പുതിയതായിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങുക, അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അതാണ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ബേസിക്കലി. പിന്നെ ബാക്കി ഇന്റേണൽ അസസ്മെന്റ് മെത്തേഡ്, എക്സ്റ്റേണൽ അസസ്മെന്റ് മെത്തേഡ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. കാരണം നിങ്ങൾ ഈ റിവിഷനിൽ ഇപ്പം 2 കൊല്ലമായി പഠിക്കുന്നു അല്ലേ? അപ്പോൾ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷനിൽ വരുന്നത് അറ്റൻഡൻസ്, അസൈൻമെന്റ്, മൈക്രോ പ്രോജക്റ്റ്, ഇന്റേണൽ എക്സാമിനേഷൻ 1, ഇന്റേണൽ എക്സാമിനേഷൻ 2. അതായത് 2 സീരീസ് ടെസ്റ്റ് ഉണ്ട്. 2 സീരീസ് ടെസ്റ്റിനും 10 മാർക്ക് വീതമാണ്. ഓക്കെ. എന്തെങ്കിലും കാരണവശാൽ ഈ സീരീസ് ടെസ്റ്റ് ഒക്കെ എഴുതാൻ മറന്നുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഴുതാൻ മറന്നുപോയല്ല, എഴുതാൻ പറ്റാതെ വരെ വല്ല പനി പിടിച്ചിട്ടോ എന്തെങ്കിലും കാരണവശാൽ എഴുതാൻ പറ്റാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ എഴുതണ്ട. അത് അപ്പം തന്നെ ടീച്ചേഴ്സിന്റെ അടുത്ത് പോയി അവരെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് അത് എഴുതി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അല്ലാതെ ഇതൊരു ഈവൻ സെമസ്റ്റർ ആണ്. ഒട്ടും സമയമില്ല, ആർക്കും സമയമില്ല. നിങ്ങൾക്ക് സമയമില്ല, നിങ്ങളുടെ ടീച്ചേഴ്സിനും സമയമില്ല. ഓക്കെ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സെമസ്റ്റർ ആണ് അല്ലേ? നിങ്ങൾ ആർട്സ്, സ്പോർട്സ്, യൂണിയൻ ഇനാഗുറേഷൻ, നിങ്ങളുടെ ഫൈനൽ ഇയർ കുട്ടികളുടെ ടൂറ്, ഐ മീൻ ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ആ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നടക്കും. അപ്പം ഒന്നിനും നമുക്ക് സമയം കിട്ടൂല. അപ്പം ഞാനും കോളേജിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് പറയുന്നതാണ്. അപ്പം ടീച്ചേഴ്സിനെ പോയി കണ്ട് കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ അവരെ ഒരിക്കലും നിങ്ങളെ പുറകെ നടക്കൂല. നീ ഒരു പരീക്ഷ എഴുതിയിട്ടില്ലല്ലോ, എന്താ എഴുതാത്തത്, അതിനൊരു റീടെസ്റ്റ് വെക്കാം എന്നൊന്നും പറയാനുള്ള സമയം പോലും അവർക്കുണ്ടാവില്ല. അസൈൻമെന്റ്, മൈക്രോ പ്രോജക്റ്റ് 15 മാർക്ക്. ഇതൊരിക്കലും മിസ് ചെയ്യരുത്. ഇത് ആക്ച്വലി ഇതിന് എന്താ ഇപ്പോൾ പണിയുള്ളത്? ഒരു പണിയില്ല ഒരു അസൈൻമെന്റ് എഴുതി വെക്കാൻ അല്ലേ? 15 മാർക്കാണ് കിട്ടുന്നത്. അറ്റൻഡൻസിന് 5 മാർക്കാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റിലാക്സേഷൻ ഉണ്ടാവും. ഇത്ര ശതമാനത്തിന് മുകളിൽ ഇത്ര ശതമാനത്തിന് താഴെ എന്നുകൊണ്ട് സ്പ്ലിറ്റ് അപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്പ്ലിറ്റ് അപ്പ് അനുസരിച്ചിട്ട് അതിനകത്ത് മാക്സിമം മാർക്ക് വാങ്ങാം. പിന്നെ ഫൈനൽ എക്സാമിനേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ പാറ്റേൺ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. 2 പാർട്ടാണ് നിങ്ങൾക്കുള്ളത്. പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എയിൽ 8 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 4 യൂണിറ്റാണ് പഠിക്കാനുള്ളത്. 8 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റിൽ നിന്ന് 2 ചോദ്യം. അത് ആ ഓർഡറിൽ തന്നെയാണ് വരിക. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 1ഉം 2ഉം യൂണിറ്റ് 1 ആയിരിക്കും. അതുപോലെ തന്നെ 3ഉം 4ഉം യൂണിറ്റ് 2 ആയിരിക്കും. അങ്ങനെ 7ഉം 8ഉം യൂണിറ്റ് 4 ആയിരിക്കും. അതിലൊരു ചോദ്യത്തിന് 3 മാർക്കാണ്. അത് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല, അറ്റൻഡ് ചെയ്തേ മതിയാവും. അപ്പോൾ അങ്ങനെ നമ്മൾ 8 മാർക്കിന്റെ 3 ചോദ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 24 മാർക്ക് അവിടെ കിട്ടി. പിന്നെയുള്ളത് പാർട്ട് ബി ആണ്. പാർട്ട് ബിയിൽ നിന്ന് 36 മാർക്കാണ് ഉള്ളത്. അപ്പോൾ ഈ 36 മാർക്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടും. 9 മാർക്കാണ് ഒരു ചോദ്യത്തിന്. അപ്പോൾ 2 എ ഓർ ബി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. അതിൽ ഒരെണ്ണം ചൂസ് ചെയ്താൽ മതി. ഒരെണ്ണം നമ്മൾ എഴുതിയാൽ മതി. ഒരു ചോദ്യത്തിന് 9 മാർക്കാണുള്ളത്. അപ്പോൾ 4 × 9 എത്ര മാർക്കായി? 36 മാർക്കായി. 3 സബ് ഡിവിഷൻസ് ഉണ്ടാവും ഒരു ചോദ്യം. ചിലപ്പോൾ ചോദ്യം അങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല. മിക്കവാറും സബ് ഡിവിഷൻസ് ഉണ്ടാവും. ഈ ഒരു സബ്ജക്റ്റിലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് ഒരു ഡെറിവേഷനാണ് ചോദിക്കുന്നതെങ്കിൽ ആ ഒരു ഡെറിവേഷൻ, അതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു തിയറി, അങ്ങനെ 2 പാർട്ടായിട്ടായിരിക്കും ചോദിക്കുക. യെസ്. അപ്പോൾ അങ്ങനെ എത്ര മാർക്ക്? 4 × 9 36 മാർക്ക്. അങ്ങനെ ടോട്ടൽ എത്ര മാർക്ക് വരുന്നു? 100 മാർക്ക് വരുന്നു. ഇതിൽ 60 മാർക്കിനാണ് നിങ്ങൾ ഫൈനൽ എക്സാമിനേഷൻ എഴുതുക 2.5 മണിക്കൂർ കൊണ്ട്. അപ്പോൾ അതാണ് കോഴ്സ് അസസ്മെന്റ് മെത്തേഡ്. പിന്നെ കോഴ്സിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് 4 മൊഡ്യൂളുകളെയാണ് CO1, CO2, CO3, CO4 എന്ന് കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ സിലബസിൽ നിന്ന് തന്നെ ഞാൻ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സിലബസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു CO1 എന്ന് പറഞ്ഞ കോഴ്സ് ഒബ്ജക്റ്റീവ് എന്നാണ്. കോഴ്സ് ഒബ്ജക്റ്റീവ്. അപ്പോൾ കോഴ്സ് ഒബ്ജക്റ്റീവ് 1 അല്ലെങ്കിൽ കോഴ്സ് ഔട്ട്കം എന്ന് പറയും. കോഴ്സ് ഔട്ട്കം 1, ഔട്ട്കം 2, ഔട്ട്കം 3. ഓരോ മൊഡ്യൂൾ കൊണ്ട് എന്താണ് പഠിക്കേണ്ടതെന്ന് ഒരു സിംഗിൾ ലൈനിൽ പറഞ്ഞിരിക്കാം. ഉദാഹരണം CO2 രണ്ടാമത്തെ മൊഡ്യൂളിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഡിസൈൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ സർക്യൂട്ട് ഫോർ വേരിയസ് ആപ്ലിക്കേഷൻ. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലെങ്കിൽ അത് ഈ ഒരു യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്കില്ല് നമുക്ക് വരണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. നോളജ് ലെവൽ K2, K3 എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എത്രമാത്രം നോളജ് ലെവൽ അതിനകത്ത് വേണം. ഇപ്പോൾ ഏതൊക്കെ യൂണിറ്റുകൾ സ്ട്രെസ് ചെയ്യണം, നല്ല ഡീപ്പായിട്ട് പോകണം എന്നുള്ളതൊക്കെ നമുക്ക് അതിനകത്ത് നോക്കി മനസ്സിലാക്കാം. അത് നിങ്ങളുടെ ടീച്ചേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പം ഞാനാ പഠിപ്പിക്കുന്നെങ്കിൽ ഞാനത് ഒരു ഡെറിവേഷൻ പഠിപ്പിക്കുന്ന സമയത്ത് ഇത് ഇത്രയും ചെയ്താൽ മതി, ഇവിടെ നിങ്ങളുടെ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെ നമ്മൾ ആ സമയത്ത് പറയും. ഓക്കെ. ചിലപ്പോഴൊക്കെ ചില ഡെറിവേഷൻസ് ഒക്കെ ഇപ്പോൾ ഒരു 4ഉം 5ഉം പേജൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മുഴുവൻ നിങ്ങൾ എഴുതി ഡെറൈവ് ചെയ്യൊന്നും വേണ്ട. അതിനകത്ത് നമുക്ക് സ്റ്റെപ്സ് കട്ട് ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും.
ഓക്കെ, അതിൻ്റെ നോളജ് ലെവൽ കുറവാണെങ്കിൽ അതാത് ഭാഗം വരുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ടെക്സ്റ്റ് ആൻഡ് റെഫറൻസ് ബുക്സ്, ഇതാണ് ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക്. ഒറ്റൊരെണ്ണേ ഉള്ളൂ, ലീനിയർ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് ബൈ റോയ് ചൗധരി. അപ്പം ഇത് ലൈബ്രറിയിൽ ഉണ്ടാവും, അത് പോയി എടുത്ത് വെക്കുക കോപ്പി ഉണ്ടെങ്കിൽ. ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള PDF കാര്യങ്ങളൊന്നും നെറ്റിൽ ലഭ്യമല്ല. കാരണം എന്താ വെച്ചാൽ അത് അത്രയും എന്താ പറയുക, അത്രയും ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു ബുക്കാന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ വിലയുടെ അടിസ്ഥാനത്തിലല്ല, വളരെ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ അത് ചില സമയത്തൊക്കെ ഓൺലൈനിൽ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരാറുണ്ട്. ചില സമയത്ത് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സ്റ്റോക്ക് വരും. ഇപ്പം നിങ്ങൾ ഈ സെമിസ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ പോയിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിച്ച്, വലിയ വിലയൊന്നുമില്ല, ഒരു 10-400 രൂപയൊക്കെ ഉള്ളൂ. അത് വാങ്ങിച്ചാൽ നിങ്ങൾക്കത് ലൈഫ് ടൈമിലേക്ക് വേറെ ഇനിയും വരുന്ന സബ്ജക്റ്റുകൾക്കൊക്കെ അത് ഉപയോഗിക്കാം. ഓക്കെ, നല്ലൊരു ബുക്കാണ്. അത്യാവശ്യം ഒരു കളർ പ്രിന്റഡ് ബുക്കാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ബുക്കാണ്. അതിൻ്റെ PDF കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല കേട്ടോ. PDF ഒന്നും കിട്ടൂല. PDF ഒക്കെ കോപ്പിറൈറ്റ് ആക്ട് ഒക്കെ ഉള്ളതുകൊണ്ട്, ഇത്രയും ഫേമസ് ആയിട്ടുള്ള ബുക്ക് ആയതുകൊണ്ട് അല്ലാതെ നിങ്ങൾ ഒപ്പിച്ച് വെക്കേ വഴിയുള്ളൂ. പിന്നെ ബാക്കി താഴെ കൊടുത്തിട്ടുള്ള 7 പുസ്തകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെഫറൻസ് ബുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ റെഫറൻസ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലിയർ ആവും. ഇപ്പോൾ ലീനിയർ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് ബൈ റോയ് ചൗധരി എന്ന് പറയുന്ന ഒരു ബുക്ക് സത്യം പറഞ്ഞാൽ ഒരു 500-600 പേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു 10-20,000 പേജിന് തുല്യമാണ്. അപ്പം അത്രയും കംപ്രസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് സർക്യൂട്ടൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല. ആ ബുക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ല ഇതെങ്ങനെ ഇത് കഴിഞ്ഞ് ഇവിടെ ഇതിങ്ങനെ വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ റെഫറൻസ് ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്യാം. റെഫറൻസ് ബുക്ക് നിങ്ങൾക്ക് വായിച്ച് പഠിക്കാനുള്ളതല്ല, അത് നിങ്ങൾ ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതി. ഇതൊക്കെ ഏകദേശം എല്ലാം നിങ്ങൾക്ക് നെറ്റിൽ ഒന്ന് തപ്പിക്കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ് കേട്ടോ. യെസ്, ഇനി നമുക്ക് മൊഡ്യൂൾ വൈസ് ഒന്ന് നോക്കാം. എന്താണ് ഇത് സബ്ജക്റ്റ് എന്നൊന്നും അറിയണ്ടേ. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സിനെ പറ്റിയാണ്. പിന്നെ അതിനകത്ത് കറണ്ട് മിറേഴ്സ്, ഓപ്പ് ആമ്പ്, ഇങ്ങനെ 3 സബ് ടോപ്പിക്കുകളാണ്. അപ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളൂ, സബ് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല, നമ്മളിത് പഠിച്ചിട്ടില്ലല്ലോ. ജസ്റ്റ് നിങ്ങളിന്ന് കാണിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. കറണ്ട് മിറർ എന്ന് പറയുന്നത് ഡെറിവേഷൻ ആണ്. ഈ വിൽസൺ കറണ്ട് മിറർ, വിഡ്ലാർ കറണ്ട് മിറർ, ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം. നിങ്ങളെ സീനിയേഴ്സിനും ഇതേ സബ്ജക്റ്റ് S5 ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടി നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. S5 വെച്ച് തേർഡ് ഇയർ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവും. സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ അത്രയും ആ ഒരു ഇത് ചെയ്ത് സർക്യൂട്ട് ഒരു സബ്ജക്റ്റ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടായി തോന്നും നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ഇത് പഠിക്കുകയാണെങ്കിൽ. ഡോണ്ട് വറി, പ്രശ്നമൊന്നുമില്ല. ഈ 3ാമത്തെ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ, ഓപ്പ് ആമ്പ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഇത് ഇവർ തല തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗം, ഇപ്പം നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന ഭാഗം ആദ്യം പഠിക്കണ്ട. അപ്പം നമ്മളത് ആദ്യം പഠിക്കും. നമ്മൾ ആദ്യം കവർ ചെയ്യാൻ പോകുന്നതായിരിക്കും. അതിനുശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഇനി എന്താണ് ഈ സംഭവം എന്നുള്ളത് നമുക്ക് അറിയണം അല്ലേ. ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ ആംപ്ലിഫയർ എന്താണെന്ന് നമുക്ക് അറിയാം. എന്താ സംഗതി? ചെറിയ സിഗ്നലിനെ വലുതാക്കുന്നതാണ് നമ്മൾ ആംപ്ലിഫയർ അല്ലേ. അപ്പോൾ ആംപ്ലിഫയർ മിക്കവാറും ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. ഒരു ട്രയാങ്കിള്, അതിനകത്തേക്ക് ഒരു ഇൻപുട്ട് ഉണ്ടാവും, അതിനകത്തേക്ക് ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. ഇതാണ് നോർമൽ ആംപ്ലിഫയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളൊരു മൈക്ക് ഇതിന് ഇൻപുട്ടായിട്ട് കൊടുത്തു, സ്പീക്കർ നമ്മൾ ഔട്ട്പുട്ടായിട്ട് കൊടുത്തു എങ്കിൽ ഇതൊരു സിമ്പിൾ ആംപ്ലിഫയർ ആയി. ഒരാൾ ഇവിടെ ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് ഈ ആംപ്ലിഫയർ എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്ത് ആംബ് എന്ന് വിളിക്കും കേട്ടോ. ആംപ്ലിഫയർ ഷോർട്ടാക്കി ആംപ്ലിഫൈ ചെയ്ത് സ്പീക്കറിൽ കേൾക്കും. നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ള കാര്യമാണ് അല്ലേ. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ആംപ്ലിഫയറിന്റെ എക്സാമ്പിൾ ആണിത്. അപ്പം ഇതാണ് സാധാരണ ആംപ്ലിഫയർ. പക്ഷെ നമ്മൾ ഈ പഠിക്കുന്ന ആംപ്ലിഫയർ സാധാരണ ആംപ്ലിഫയർ അല്ല. അതിനകത്ത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിപ്പം ഇതിനൊരു ഗെയിൻ ഉണ്ടാവും. ഇതിന്റെ ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം വേണമെങ്കിൽ 10 എന്ന് ഇവിടെ എഴുതാം. 10 എന്ന് പറയുന്നതിന് നമ്മൾ ഗെയിൻ എന്നാണ് പറയുന്നത്. ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻപുട്ടിനെ എത്ര ഇരട്ടി വലുതാക്കും എന്നുള്ളതാണ്.
ഇപ്പൊ ഈ മൈക്രോഫോൺ വഴി സപ്പോസ് ഇപ്പൊ ഇതിന് കിട്ടുന്ന ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് 2 വോൾട്ട് ആണെങ്കിൽ ഇത് സ്പീക്കറിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 20 വോൾട്ട് കിട്ടും. 2 വോൾട്ടിനെ 10 ഇരട്ടി വലുതാക്കി 20 വോൾട്ട് ആക്കി എത്ര ഇരട്ടി വലുതാക്കും എന്നുള്ളതിനാണ് ഈ ഗെയിൻ എന്ന് പറയുന്നത്. ഇതാണ് സാധാരണ ആംപ്ലിഫയർ. ഇനി എന്താണ് നമുക്ക് പഠിക്കാനുള്ള ആംപ്ലിഫയർ? ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ സാധാരണ ആംപ്ലിഫയർ നിങ്ങൾ ട്രാൻസിസ്റ്റർ വെച്ചിട്ട് എവിടെ പഠിച്ചിട്ടുണ്ട്? സർക്യൂട്ടിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? പല ടൈപ്പ് കോൺഫിഗറേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. കോമൺ കോമൺ കളക്ടർ എന്നൊക്കെ പറഞ്ഞ് കുറെ കോൺഫിഗറേഷൻസ് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ആംപ്ലിഫയറിന്റെ പേര് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്നാണ്. സാധാരണ ആംപ്ലിഫയർ അല്ല. ദിസ് ഇസ് കോൾഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അപ്പൊ എന്താണ് സാധാരണ ആംപ്ലിഫയറും ഡിഫറൻഷ്യൽ ആംപ്ലിഫയറും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ 2 ഇൻപുട്ട് നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പൊ 2 ഇൻപുട്ട് ടെർമിനലുകൾ ഉണ്ട് ഇതിന് എന്നുള്ളതാണ്. അപ്പൊ എന്തിനാണ് ഒരെണ്ണം പോരെ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ സെയിം. ഇപ്പൊ ഇത് 10 ഇരട്ടി വലുതാക്കുന്നതിന് വരെ ഞാനിവിടെ ഒരു 10,000 എഴുതാണ്. ഇതാണ് സാധാരണ ആംപ്ലിഫയറും ഡിഫറൻഷ്യൽ ആംപ്ലിഫയറും തമ്മിലുള്ള വ്യത്യാസം. ഒന്നാമത്തത് ഇതിന് ഇൻപുട്ട് എത്ര ഉണ്ടാവും? 2 ഇൻപുട്ട് ഉണ്ടാവും. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഇത് 10 ഇരട്ടി വലുതാക്കും. ഇത് എത്ര വലുതാക്കും? 10,000 ഇരട്ടി വലുതാക്കും. മിനിമം 10,000 ഇരട്ടിയെങ്കിലും വലുതാക്കും. 10,000 തൊട്ട് 10 ലക്ഷം വരെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ 4 മൊഡ്യൂൾ ഇതിനെപ്പറ്റി തന്നെ പഠിക്കാനുള്ളത്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 10 ലക്ഷം വരെയൊക്കെ പോകും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? 2 ഗുണങ്ങളാണുള്ളത്. എന്താന്ന് വെച്ചാല് ഇപ്പൊ ഇവിടെ ആദ്യത്തെ കേസിൽ നമ്മൾ ഈ മൈക്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു പ്രത്യേക ഫ്രീക്വൻസിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്തെങ്കിലും ഒരു നോയ്സ് ഇതിന്റെ കൂടെ ആഡ് ആയാൽ പ്ലസ് ഒരു വോൾട്ടിന്റെ നോയ്സ് സിഗ്നൽ ഇതിന്റെ കൂടെ ആഡ് ആയി. നോയ്സ് എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആകാം. അപ്പൊ നമ്മളുടെ ശബ്ദമല്ലാത്ത വേറെ എന്ത് ശബ്ദത്തിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? നോയ്സ് എന്ന് വിളിക്കാം. ബാക്ക്ഗ്രൗണ്ടിലുള്ള സംസാരം നമുക്കൊരു നോയ്സ് ആവാം. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ നോയ്സ് വരാറുണ്ട് അല്ലെ? ഇപ്പൊ റേഡിയോ ഒക്കെ നിങ്ങൾ ട്യൂൺ ചെയ്ത് വെക്കുന്ന സമയത്ത് ഈ വളരെ ടവറിന്റെ അടുത്താണെങ്കിൽ നമുക്ക് റേഡിയോ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിനൊരു ഹമ്മിങ് ഒക്കെ ഉണ്ടാവും. ഈ ഹമ്മിങ്ങിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റേഡിയോ സിഗ്നൽ എന്ന് പറയുന്നത് ശരിക്കും കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ അത്രയും വലിപ്പം ഉണ്ടാവും. അത്രയും വലിപ്പം ഉണ്ടാവും. പക്ഷെ എനർജി വളരെ കുറവായിരിക്കും. ഒരു 10-30 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോഴേക്കും റേഡിയോ സിഗ്നൽ ഇല്ലാതായി മാറും. അതുകൊണ്ടാണ് ഇപ്പോൾ തൃശ്ശൂർ ഒരു സ്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ അവർ എറണാകുളത്ത് അടുത്ത സ്റ്റേഷൻ വെക്കുന്നത്. അല്ലാതെ കേരളം മുഴുവനും ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ ട്രാവൽ ചെയ്യാനുള്ള ഒരു എനർജി ഒന്നും റേഡിയോ വേവിനില്ല. പക്ഷെ ഭയങ്കര സൈസ് ആയിരിക്കും. ഇത് എയറിൽ ട്രാവൽ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വേറെ സിഗ്നലുകളായിട്ട് കൂട്ടിമുട്ടും. എന്തൊക്കെ സിഗ്നലുണ്ട്? സാറ്റലൈറ്റിന്റെ സിഗ്നലുകളുണ്ട്, GPS-ന്റെ സിഗ്നലുണ്ട്, സെൽഫോണിന്റെ സിഗ്നലുണ്ട്. ഇപ്പം കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് സിഗ്നൽ ഉപയോഗിക്കുന്നുണ്ട്. വോക്കി ടോക്കി അങ്ങനത്തെ അല്ലെ? നമുക്ക് ആർമി, പോലീസ് അവരൊക്കെ ഇത്തരത്തിലുള്ള റേഡിയോ ഡിവൈസസ് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഈ സിഗ്നലുകൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഈ ഇതിനകത്തുള്ള ചില സിഗ്നലിന്റെ പാർട്ടൊക്കെ നമ്മളുടെ വോയിസിന്റെ കൂടെ മിക്സ് ആവും. അത് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം. അത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു നോയ്സ് കയറും. അപ്പൊ നമ്മളുടെ ശബ്ദമല്ലാതെ ആവശ്യമില്ലാതെ വരുന്ന എന്തിനേയും നമുക്ക് എന്തിനു വിളിക്കാം? നോയ്സ് എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഇപ്പൊ ഈ 2 വോൾട്ട് ആണ് ആക്ച്വലി വേണ്ടത്. ഇവിടെ 1 വോൾട്ടും കൂടി ഇതിന്റെ ഉള്ളിലേക്ക് എക്സ്ട്രാ കയറുകയാണ്. അത് നമ്മൾ പ്രതീക്ഷിച്ച കാര്യമല്ല. അതും കൂടി 10 ഇരട്ടി വലുതാവുക അല്ലെ? അപ്പൊ ഇവിടെ 3 വോൾട്ട് കയറി ഇവിടെ എത്ര കിട്ടും? 30 വോൾട്ട് കിട്ടും. ഈ 30 വോൾട്ടിൽ 20 വോൾട്ട് നിങ്ങളുടെ സിഗ്നലും ബാക്കി 10 വോൾട്ട് ഈ ഹമ്മിങ്ങും ആയിരിക്കും. ഈ നോയ്സ് ഇങ്ങനെ സ്പീക്കർ ഇങ്ങനെ ഒരു സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഓണാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ പ്രശ്നം നമുക്ക് ഇതിനകത്ത് ദൂരീകരിക്കാം. എങ്ങനെയാ ദൂരീകരിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ ഇവിടെ ഇൻപുട്ട് കൊടുക്കുകയാണ്. ഈ ഇൻപുട്ട് 2 ഇൻപുട്ട് ഉള്ളതുകൊണ്ട് ഇവിടെ 1 വോൾട്ടിന്റെ നോയ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അടുത്ത് തന്നെയാണ് അടുത്ത ടെർമിനലും നമ്മൾ വെക്കുന്നത്. അതേ നോയ്സ് അതിന്റെ അടുത്ത ടെർമിനലിലും വരുന്നുണ്ടാവും. ഓക്കെ, 2 ടെർമിനൽ നമ്മൾ അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു ടെർമിനലിൽ എന്തൊക്കെ നോയ്സ് വന്ന് തട്ടുന്നുണ്ടോ അതേ നോയ്സുകളൊക്കെ തന്നെ ഇപ്പുറത്തെ ലൈനിലും ഇൻപുട്ടിൽ വന്ന് തട്ടുന്നുണ്ടാവും. അപ്പൊ ഈ 1 വോൾട്ട് ഇവിടെ വന്നു, അതേ സംഭവം തന്നെ ഇവിടെയും വരും. ഇനി നോക്കാം ഇവിടെ നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇതിന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇൻപുട്ട് 1 മൈനസ്
ഇൻപുട്ട് 2 ഇൻറ്റു 10,000. ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് 1 ഇൻറ്റു ഇൻപുട്ട് 2, ഇൻപുട്ട് 1 മൈനസ് ഇൻപുട്ട് 2 ഇൻറ്റു 10,000. അപ്പൊ ഇവിടെ നമ്മൾ ഇൻപുട്ട് നമ്മൾ 2 വോൾട്ട് കൊടുത്തു. ഇവിടെയും നമ്മൾ ഇൻപുട്ട് ഒരു ഇവിടെ ഒരു നമ്മൾ 3 വോൾട്ട് കൊടുത്തു. ഇവിടെ ഒരു 1 വോൾട്ട് കൊടുത്തു എന്ന് വിചാരിച്ചോ. അപ്പൊ ടോട്ടലി ഇവിടെ കയറുന്ന ടോട്ടൽ സിഗ്നൽ എത്രയാണ്? 3 വോൾട്ടിന്റെ സിഗ്നലും നമുക്ക് ആവശ്യമില്ലാത്ത ഇതിന്റെ കൂടെ കയറിക്കൂടിയ 1 വോൾട്ടിന്റെ നോയ്സ്. ഇവിടെ 1 വോൾട്ടിന്റെ സിഗ്നലും 1 വോൾട്ടിന്റെ നോയ്സ്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ എത്ര വന്നു? ഇവിടെ 4 വന്നു, ഇവിടെ 2 വന്നു അല്ലേ? യെസ്. അപ്പൊ ഇവിടെ ഈ ഒരു ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ ഇൻപുട്ട് എന്ത് വേണേ ആയിക്കോട്ടെ, അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ രണ്ടിലും ഇപ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് എക്സ് ആണ്, എക്സ് പ്ലസ് 1 വോൾട്ട് വരും അല്ലെ? ഇതാണ് ആദ്യത്തത്. ഇവിടെ എക്സ് ഉദ്ദേശിക്കുന്നത് 3 വോൾട്ട് ആണ്. മൈനസ് ഇവിടെ എന്ത് വരും? ഇവിടെ വൈ വരും അല്ലെ? വൈ മൈനസ് ഇവിടെയും വൈ പ്ലസ് ഇവിടെയും 1 വോൾട്ട് വരും. ഈ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 1 വോൾട്ട് തമ്മിൽ ക്യാൻസൽ ആയി പോകും, ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട്. ശരിയല്ലേ? അപ്പൊ ആ നോയ്സ് എന്തായിപ്പോയി? ഇതിനുള്ളിൽ വെച്ച് ക്യാൻസൽ ആയിപ്പോയി. എക്സാക്ട്ലി നിങ്ങൾ എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന സിഗ്നൽ മാത്രമാണ് നമുക്ക് ഔട്ട്പുട്ടിൽ ബൂസ്റ്റ് ചെയ്ത് കിട്ടുക. കണ്ടോ? അപ്പൊ ഇവിടെ നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞ സംഗതി വർക്ക് ചെയ്യുന്ന എങ്ങനെയാ നമുക്ക് മനസ്സിലായോ? ഇവിടെ വരുന്നത് മൈനസ് ഇവിടെ വരുന്നത് അതിന്റെ ഡിഫറൻസ് ആണ് ഇവിടെ ആംപ്ലിഫൈ ആവുന്നത് എന്നുകൊണ്ട് ഇവിടെ കോമൺ ആയിട്ട് വരുന്ന സിഗ്നലുകളൊക്കെ ഇവരെന്ത് ചെയ്യും? ഇപ്പം ക്യാൻസൽ ചെയ്ത് കളയും. അപ്പൊ നമുക്ക് നല്ല നോയ്സ് റിജക്ഷൻ കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ റേഡിയോ ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് ഹമ്മിങ് ഒക്കെ വളരെ 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 കുറവായിരിക്കും. ഓക്കെ. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഗെയിൻ. ഓക്കെ, 10 ലക്ഷം ഒക്കെ ഗെയിൻ. യെസ്. അപ്പൊ 10 ലക്ഷം ഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ വിചാരിക്കുന്നത് എന്തായിരിക്കും? ഇതേ കേസിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 വോൾട്ട് ആണെന്ന് വിചാരിച്ചോ. 2 വോൾട്ട് ആണ്. 2 വോൾട്ട് ഇൻറ്റു 10 ലക്ഷം. അപ്പൊ എത്ര വരും? 20 ലക്ഷം വോൾട്ട് ഔട്ട്പുട്ട്. അങ്ങനെ അതിന് മീനിങ് ഇല്ല. ഓക്കെ, ശരിക്കും മാത്തമാറ്റിക്കലി അങ്ങനെ വരണം. പക്ഷെ അങ്ങനെ കൊടുക്കാൻ ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് ഒരിക്കലും പറ്റൂല. പകരം ഇതിന്റെ ഔട്ട്പുട്ട് ഒരു സാച്ചുറേഷൻ ലെവലിൽ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 10 ലക്ഷം അല്ലെങ്കിൽ 10,000 ഇരട്ടി ഇതിനെ ബൂസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഇവിടെ വരുന്ന സിഗ്നൽ അത്രയും ചെറുതായിരിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 വോൾട്ടും 4 വോൾട്ടും ഒന്നല്ല വരിക. പിന്നെ എത്ര വോൾട്ടാ വരിക? ഇവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതായിരിക്കും, 0.00001239 വോൾട്ട്. ഇത്രയും ചെറിയൊരു വോൾട്ട് ആയിരിക്കും ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് കയറുന്നത്. അപ്പൊ അത് 10 ലക്ഷം ഇരട്ടി വലുതാവുമ്പോഴേക്കും ഒരുപക്ഷെ ഇതൊരു 1.2 വോൾട്ടോ 1.3 വോൾട്ടോ ഒക്കെ ആയിട്ട് മാറും. നമ്മൾ റെഗുലർ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു വോൾട്ടേജ് ആക്കി അതിനെ മാറ്റാൻ പറ്റും. ഓക്കെ. അപ്പൊ 10 ലക്ഷം ഇരട്ടി വലുതാക്കാം എന്നുള്ളതുകൊണ്ട് ഇവിടെ വളരെ ഹൈ വോൾട്ടേജ് ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് കിട്ടൂല. അതിന് മീനിങ് ഇതാണ്, ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വോൾട്ടേജസ് തന്നെയാണ്. ഇൻപുട്ട് എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. അപ്പൊ ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചെറിയ സിഗ്നലുകളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിന് ഗെയിൻ വളരെ കൂടുതലായിരിക്കും. ഇനി ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഇതിന് പേര് വരാനുള്ള കാരണം 2 ഇൻപുട്ടുകളുടെ ഡിഫറൻസ് നമ്മൾ എടുക്കുന്നു. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യാം. ഇൻപുട്ട് 1 മൈനസ് ഇൻപുട്ട് 2, രണ്ടിന്റെ ഡിഫറൻസ് എടുക്കുന്നു. ഇനി ഇതിനെ നേരത്തെ നമ്മൾ പറഞ്ഞു മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്. എന്താണ്? ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ഓപ്പറേഷണൽ ആംപ്ലിഫയർ അതാണ് ചുരുക്കി നമ്മൾ ഓപ്പ് ആംപ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഓപ്പറേഷൻ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനോ? നമുക്ക് ഇവിടെ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അല്ലേ നടന്നത്? ഇവിടെ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അല്ലേ നടന്നത്? ഇതുപോലെ എന്ത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ നമുക്ക് ഇതിനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാം. അതായത് നമുക്ക് ആഡ് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്യിപ്പിക്കാം, വലുത് കണ്ടുപിടിക്കാം, ചെറുത് കണ്ടുപിടിക്കാം, എന്ത് കാര്യം വേണമെങ്കിൽ നമുക്ക് ഇതിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഈവൻ ലോഗരിതം വരെ കണ്ടുപിടിക്കുന്ന സർക്യൂട്ട് നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാം. നമ്മളൊരു വോൾട്ടേജ് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ
അതിന്റെ ലോഗരിതം വോൾട്ടേജ് ഔട്ട്പുട്ട് വരും. ഇതൊക്കെ ശരിക്കും ഭയങ്കര ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ള ഒരു ഏരിയ ആണ്. ഇതിന്റെ എക്സാമ്പിൾ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ECG സിഗ്നൽ പ്രോസസ്സിംഗ് ആണ്. അപ്പൊ ECG ഇതിപ്പോ പാച്ച് ആണ്, പാച്ച് ടൈപ്പ് ആണ്. ഇപ്പൊ ഇതിനകത്ത് ഇത് കണ്ടില്ലേ നിങ്ങൾ, ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആണിത്. ആ സർക്യൂട്ട് അയാളുടെ ബോഡിയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുക, കണ്ടോ? ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ള സെൻസറുകൾ നമ്മളെ ഹാർട്ട് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് വോൾട്ടേജ് എന്ത് ചെയ്യും? പിക്ക് ചെയ്യും. നമ്മുടെ ബോഡിയിൽ വോൾട്ടേജ് ഉണ്ടാവുന്ന കാര്യം നമുക്ക് അറിയാലേ. മൾട്ടിമീറ്റർ എടുത്തിട്ട് രണ്ടറ്റത്തും കൈ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയൊരു വോൾട്ടേജ് കാണിക്കും. നമ്മുടെ ബോഡിയിൽ വോൾട്ടേജ് ഉണ്ട്. നമ്മുടെ ബ്രെയിനും ഹാർട്ടും ഒക്കെ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ അത് വളരെ ചെറുതായിരിക്കും. 0.000023 അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്റെ വോൾട്ടേജ് ഉൾപ്പെടെ. അത്ര ചെറിയ വോൾട്ടേജ് നമുക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് കിട്ടുള്ളൂ. നമ്മളെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു വോൾട്ടേജ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ താളം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഹാർട്ട് വർക്ക് ചെയ്യുന്നതിന്റെ താളം. ശരിയല്ലേ? അപ്പൊ ഈ വോൾട്ടേജിന്റെ പാറ്റേൺ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ നമുക്ക് അറിയാമെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഈ വോൾട്ടേജ് നോക്കി കഴിഞ്ഞാൽ, നമ്മുടെ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പി വേവ് ഇത്രയും വരില്ല, അതിവിടെ കട്ടായി നിൽക്കും. ഓക്കെ, അപ്പൊ ഇത് PQRS എന്നാണ് ഈ കോംപ്ലക്സിന് അറിയപ്പെടുന്നത്. P വേവ്, Q വേവ്, R വേവ്, S വേവ്. അപ്പൊ ശരിക്കും ഈ വേവിന്റെ 1/3 ആയിരിക്കണം ഈ വേവ്. അങ്ങനെയൊക്കെ ഓരോ റൂൾസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു വേവിന്റെ പീക്കും ഈ വേവിന്റെ പീക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഹാർട്ട് ശരിക്കും പമ്പ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. അങ്ങനെ ഡോക്ടർക്ക് ഇതൊരു ഗ്രാഫ് ഷീറ്റ് വെച്ച് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ടൈമൊക്കെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അളന്നെടുക്കാൻ പറ്റും. അതാണ് ശരിക്കും ECG എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ECG. പ്രശ്നം എന്താ? ഇത് ഭയങ്കര കുഞ്ഞു വോൾട്ടേജ് ആയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയർ വെച്ചിട്ട് എന്ത് ചെയ്യും? ബൂസ്റ്റ് ചെയ്തെടുക്കും. ഈ ഹാർട്ട് മൊത്തമായിട്ട് ഹാർട്ടിൽ വരുന്ന നോയിസ് സിഗ്നൽസ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ECG എടുക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാണെങ്കിൽ, ഇപ്പൊ ഡോക്ടർ പറയുന്നുണ്ടാവും പേഷ്യൻസിന്റെ അടുത്ത് ECG എടുക്കുമ്പോൾ അനങ്ങാതെ കിടക്കണം. അനങ്ങി കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് കൂടുകയും കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരാൾക്ക് അനങ്ങാതെ കിടക്കാൻ പറ്റൂല അല്ലെ? നമുക്കൊരിക്കലും നമ്മളെ കൈ അനക്കാതെ വെക്കാൻ പറ്റൂല. നിങ്ങൾക്ക് നിങ്ങളുടെ കൈ ഇങ്ങനെ അനക്കാതെ വെക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. നമുക്ക് തോന്നും ഞാനിപ്പോ അനക്കാതെ വെച്ചിരിക്കുക എന്നുള്ളത്. നിങ്ങൾ പക്ഷേ മൈക്രോസ്കോപ്പിക്കലി വളരെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ എപ്പോഴും മൂവ്മെന്റ്സ് ഉണ്ടാവും. നമ്മൾ ലൈവായിട്ട് ഉറങ്ങുകയല്ല. അതായത് നമ്മളെ ബ്രെയിനിൽ ബീറ്റ വേവ്സ് പ്രോസസ്, ബീറ്റ എന്ന് പറയുന്ന സ്റ്റേജിലാണ് നമ്മൾ ബ്രെയിൻ ഉള്ളതെങ്കിൽ, നിങ്ങൾ ഉറങ്ങുകയല്ലെങ്കിൽ, ഓക്കെ, നിങ്ങൾ കോൺഷ്യസ് ആണെങ്കിൽ, ബോധമില്ലാതെ കിടക്കുകയാണ് അല്ലെങ്കിൽ, നമ്മളെ മൂവ്മെന്റ്സ് എപ്പോഴും ഉണ്ടാവും. നമുക്ക് ആ മൂവ്മെന്റ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? പിടിച്ചു വെക്കാനൊന്നും പറ്റൂല. നമ്മളെ കൈ ചെറുതായിട്ട്, നമ്മളെ ബോഡി ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ മൂവ്മെന്റ് അനങ്ങാതെ കിടന്നാലും ഉണ്ടാവും. അപ്പൊ അത്രയും മൂവ്മെന്റ് മതി എന്തുണ്ടാവാൻ? നോയ്സ് കയറാൻ. കാരണം ഈ പാച്ച് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നത് ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങും. അനങ്ങി കഴിഞ്ഞാൽ അവിടെ നോയ്സ് വരും. പക്ഷെ പ്രശ്നമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ആ അനക്കം കൊണ്ടുണ്ടാവുന്ന നോയ്സിനൊക്കെ ഇവൻ എന്ത് ചെയ്ത് കളയും? ക്യാൻസൽ ചെയ്ത് കളയും. എന്നിട്ട് ഒറിജിനലി ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽ എടുത്ത് ബൂസ്റ്റ് ചെയ്യും. എത്ര ബൂസ്റ്റ് ചെയ്യും? ലക്ഷക്കണക്കിന് ഇരട്ടിയായി ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് അതിന്റെ സിഗ്നൽ പാറ്റേൺസ് ഒക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇത് അതിന്റെ ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് ആണ്. ഓക്കെ, ഇത് റെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള സിഗ്നലാണ്, ഇത് നടക്കുമ്പോൾ ഉള്ള സിഗ്നലാണ്. പിന്നെ നിങ്ങൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഓടുകയാണെങ്കിൽ അത് കുറച്ചുകൂടി വേറൊരു ഇതിൽ വരും. അപ്പൊ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി മെഡിക്കൽ സയൻസ് ആണ്. അത്ര കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനില്ല. ഇത് സാധനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ പണി. ഓക്കെ, ഡോക്ടർമാർക്ക് ഈ സംഭവം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ പണി. ഒരുപക്ഷെ ECGനെ പറ്റിയൊക്കെ നല്ല ധാരണ വേണ്ടി വരും നിങ്ങൾ എങ്ങനെ ഈ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടാൽ. അതപ്പോൾ നോക്കിയാൽ മതി. എന്നാലും ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. സംഭവം നമുക്ക് മനസ്സിലായില്ലേ? ഇനി ഇൻഡസ്ട്രിയൽ പ്രഷർ സെൻസിങ്. പ്രഷർ സെൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പ് ആമ്പ് ഉപയോഗിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ ഫ്ലോ മീറ്റർ കണ്ടോ? ഇതെന്താ സംഗതി എന്ന് അറിയോ? ഇപ്പൊ നമ്മൾ ഈ പെട്രോൾ പമ്പിലേക്ക് പോകുമ്പോൾ പെട്രോൾ അടിക്കുന്ന ആ ഒരു നോസിലില്ലേ, അതിലൂടെ പെട്രോൾ വരുന്നതിന് മുമ്പ് ഈ പെട്രോൾ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫിൽട്ടർ ചെയ്തിട്ടാണ്. കാരണം പെട്രോൾ പമ്പിന്റെ അടിയിൽ വലിയൊരു ടാങ്കാണ്. ആ പെട്രോൾ പമ്പ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടിഭാഗം മുഴുവനും വലിയൊരു ടാങ്കാണ്. കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഗ്രൗണ്ടിൽ അടിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ആ ടാങ്കിന്റെ
ടാങ്കിലാണ് പെട്രോളിയം ടാങ്കറിൽ വന്നിട്ട് അതിന് ആ ടാങ്കിലേക്കാണ് പെട്രോൾ അടിക്കുക. എന്നിട്ട് അവിടെ നിന്നാണ് പമ്പ് ചെയ്തിട്ട് നമുക്ക് വണ്ടികളിലേക്ക് കിട്ടുന്നത്. അപ്പൊ അതിനും അത് ഫിൽട്ടർ ചെയ്യും. ഇതാണ് ഫിൽട്ടർ. ഇത് ഇതിലെ പെട്രോൾ പോകുന്നത് വിചാരിച്ചോ. ഇതിലിങ്ങനെ പെട്രോൾ വന്നിട്ട് ഇതിലെ വന്ന് നിങ്ങളുടെ വണ്ടിയിൽ ടാങ്കിലേക്ക് ഒന്ന് ചാടുകയാണ്. അപ്പൊ ഇവിടെ ഒരു പ്രഷർ സെൻസർ വെച്ചിട്ടുണ്ട്. ഇതൊരു പ്രഷർ സെൻസറാണ്. ഓക്കെ. ഇവിടെ ഒരു പ്രഷർ സെൻസർ വെച്ചിട്ടുണ്ട്. അതായത് ഇതിലെ പോകുന്ന പെട്രോള് എന്ത് പ്രഷറിലാണ് പോകുന്നത് എന്നുള്ളത്. ഓക്കെ. സ്പീഡ് കൂടുകയാണെങ്കിൽ പ്രഷർ കുറയും, സ്പീഡ് കുറയുകയാണെങ്കിൽ പ്രഷർ കൂടും. അപ്പം ദാറ്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു വെലോസിറ്റി. ഇതിലെ പോകുന്നതിന്റെ ആ ഒരു സ്പീഡിനനുസരിച്ച്. അപ്പൊ ഇതിലെ പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു 5 ലിറ്റർ പെർ മിനിറ്റ് ആണെന്ന് വിചാരിച്ചോ. 5 LPM. ഇതിലേയും പോകേണ്ട എത്രയാണ്? 5 LPM ആണ്. 5 ലിറ്റർ പെർ മിനിറ്റ്. അതായത് 1 മിനിറ്റ് നിങ്ങൾ ടാങ്ക് ഇത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ 5 ലിറ്റർ നിങ്ങളെ ടാങ്കിൽ വന്ന് ചാടും. ഈ ഡയറക്ഷനിലാണ് നമ്മളെ പെട്രോള് മൂവ് ചെയ്യുന്നത്. ഫിൽറ്ററിലൂടെ ഇങ്ങനെ പോയി ഇവനെന്ത് ചെയ്യും? പുറത്തുകൂടി വരും. അപ്പോൾ ഇവിടെ ഒരു സെൻസർ വെച്ചിട്ടുണ്ട്. ഈ സെൻസർ ഈ റീഡിങ് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇനി അതേ മീറ്ററിലേക്ക് ഇവിടെ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ. അതും 5 തന്നെയാണല്ലോ പോകുന്നത്. കാരണം ഇതൊരൊറ്റ വഴിയാണ്. ഇതിൽ വേറെ പെട്രോളിന് വേറെ വഴിതിരിഞ്ഞ് പോകാനുള്ള വേറെ ഡിവിഷൻ ഒന്നുമില്ല. ഇങ്ങനെ വേറെ പമ്പൊന്നുമില്ല. അപ്പൊ ഇതിലേ പോകുന്ന ആൾ തന്നെയാണ് ഇതിലേ എക്സിറ്റ് ആയി പോകുന്നത്. എന്നാൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു സെൻസർ വെച്ചിട്ട് ഇതേ 5 എന്നുള്ള റീഡിങ് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഓക്കെ. ഇനി എന്താ സംഗതി എന്നറിയോ? നമ്മൾ കുറെ കാലം ഈ ഒരു ഫിൽറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഫിൽറ്ററിനകത്ത് കരട് വരും അല്ലെ? ഫിൽറ്ററിനകത്ത് ഇങ്ങനെ പൊടിയൊക്കെ വരും. ഫിൽറ്ററിനകത്ത് പൊടിയൊക്കെ വരുന്ന സമയത്ത് ശരിക്കും ഇത് 5 LPM ഉണ്ടാവും. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ 5 LPM ഉണ്ടാവില്ല, കുറയും. ഇതൊരു 4 LPM ആയിട്ട് മാറും. അപ്പൊ ഇവിടെ നമ്മളൊരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വെക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഇൻപുട്ടിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇൻപുട്ടിലേക്ക് 5ഉം മറ്റേ ഇൻപുട്ടിലേക്ക് 4ഉം വരികയാണെങ്കിൽ ഇവിടെ ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ആവും. ശരിയല്ലേ? ഇനി ഫിൽറ്റർ ക്ലീൻ ആണെങ്കിലോ 5 5 ആണെങ്കിലോ ഇവിടെ 0 ആയിരിക്കും വരിക. അപ്പൊ ഇത് 0യിൽ നിന്ന് എത്രമാത്രം വാല്യൂ മുമ്പോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് എന്തിന് പ്രൊപ്പോർഷണലായി? ഇതിനകത്ത് എത്ര കരട് അടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്നുള്ളതിന് പ്രൊപ്പോർഷണലാണ്. ഒരു എക്സാമ്പിൾ. പിന്നെ ഇത് നമ്മൾ എയർക്രാഫ്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസം ആണ്. അതായത് വിമാനത്തിന് നിങ്ങൾക്കറിയാം, വിമാനത്തിന് ചിറകിലാണ് ഫ്യൂവൽ സ്റ്റോർ ചെയ്യുക. അത് നിങ്ങൾക്ക് അറിയാമോ? എയർക്രാഫ്റ്റിന്റെ 2 വിങ്സിലാണ് കംപ്ലീറ്റ്. 2 വിങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫ്യൂവൽ ടാങ്ക് ആയിരിക്കും. പിന്നെ പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്, സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞൊരു സാധനം. സ്റ്റെബിലൈസർ. ഈ സ്റ്റെബിലൈസറിലൊക്കെ ഫ്യൂവല് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം ഈ വിമാനത്തിന് ശരിക്കും പറഞ്ഞാൽ അതിന് എഞ്ചിനിലേക്ക് ഈ 2 ചിറകിൽ നിന്നാണ് ഫ്യൂവൽ ഇങ്ങനെ വന്ന് ഇറങ്ങി വന്ന് 2 എഞ്ചിനിലേക്ക് പോകുന്നത്. അത് മേ ബി ഈക്വൽ ആയിട്ടൊന്നും പോവില്ല. അതായത് ഇപ്പം ഒരു ചിറകിൽ നിന്ന് 10 ലിറ്റർ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റേ വിങ്ങിൽ നിന്ന് വന്നത് 9.8 ലിറ്റർ ആയിരിക്കും. അപ്പൊ അവിടെ ഒരു 0.2 ലിറ്ററിന്റെ വ്യത്യാസം വന്നു. ഓക്കെ. അപ്പൊ നിറച്ചു വെക്കുമ്പോൾ നമ്മൾ 2 വിങ്ങിലേക്കും ഈക്വൽ ആയിട്ട് നിറച്ചു വെക്കും. പക്ഷെ വണ്ടി ഓടുന്ന സമയത്ത്, ഫ്ലൈ ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ കൺസ്യൂം ചെയ്യുന്നതിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഈ ചെറിയ വ്യത്യാസം ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. എന്താ കാര്യം എന്നറിയോ? എന്തായിരിക്കും കാര്യം? അതിന്റെ ബാലൻസ് പോകും അല്ലെ? ഓട്ടോ പൈലറ്റ് ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് വെഹിക്കിളിന്റെ കൺട്രോളിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ പ്രശ്നം വരും. ഒരു സൈഡിൽ വെയിറ്റ് കൂടുകയാണെങ്കിൽ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ നടുക്ക് വെർട്ടിക്കലായിട്ട് പൊങ്ങി നിൽക്കുന്ന ഒരു വാല്, അതിന്റെ ഏറ്റവും വാൽ ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും. അതിനെ നമ്മൾ സ്റ്റെബിലൈസർ അല്ലെങ്കിൽ റഡർ, സൈഡിലുള്ളതിന്റെ റഡർ എന്ന് പറയും. അപ്പൊ ഈ റഡറിലും സ്റ്റെബിലൈസറിലും അവിടെയും ഫ്യൂവൽ നിറച്ചു വെച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഏത് ചിറകിലാണോ അല്പം കുറവ് ഫ്യൂവൽ, കൂടുതൽ ഫ്യൂവൽ പോയത്, അങ്ങോട്ട് ഈ ഒരു റഡറിൽ നിന്നുള്ള ഫ്യൂവൽ ടാങ്കിൽ നിന്ന് കോമ്പൻസേഷൻ പോകും. അങ്ങനെ ഈ ചിറക് 2 ഭാഗത്തുള്ള ഫ്യൂവൽ ഏകദേശം ഈക്വൽ ആയിട്ട് മാനേജ് ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉപയോഗിക്കാം അല്ലെ? ഒരു വിങ്ങിനകത്തുള്ള ഔട്ട്പുട്ട് ഒരു എന്താ പറയാ ഓപ്പാമ്പിന്റെ ഒരു ടെർമിനലിലേക്ക് കൊടുത്തു, മറ്റേ വിങ്ങിന്റെ അടുത്ത ടെർമിനലിലേക്ക് കൊടുത്തു. അപ്പം 2 വിങ്ങിൽ നിന്ന് ഈക്വൽ ആയിട്ടാണ് എഞ്ചിൻ ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് 0 വരും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? 2 ഇൻപുട്ടും സെയിം ആണെങ്കിൽ A മൈനസ് ബി ആണ്. 5 ആണെങ്കിൽ 5 മൈനസ് 5 വരും, 0 വരും. 0 കാണുകയാണെങ്കിൽ എന്ത് മനസ്സിലാക്കാം? ഓക്കെ. ഇപ്പൊ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഈക്വൽ ആയിട്ടാണ് പോകുന്നത്. ഇനി അവിടെ ഒരു വാല്യൂ നമ്മൾ കണ്ടാലോ അതിന്റെ അർത്ഥം വന്നാൽ ഇവിടെ ഒരു മിസ്മാച്ച് വന്നു എന്നാണ്.
അപ്പൊ ആ വാല്യൂ എത്രയാണോ അത്രയ്ക്കും പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഫ്യൂവല് സ്റ്റെബിലൈസറിൽ നിന്ന് തിരിച്ച് വിങ്ങിലേക്ക് റിട്ടേൺ പോകാം. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് നേരെ എങ്ങോട്ട് കൊടുക്കും? നമ്മളുടെ റഡറിനകത്തും സ്റ്റെബിലൈസറിലും, അതായത് ഏറ്റവും വാൽഭാഗത്ത് വെച്ചിട്ടുള്ള ഫ്യൂവൽ ടാങ്കിന്റെ വാൽവിലേക്ക് കൊടുക്കും. ഈ ഓപ്പ് ആമ്പ് വോൾട്ടേജ് ഉണ്ടാക്കുന്ന ആ വാൽവ് ഓപ്പൺ ആവും. അങ്ങനെ അത് ഓട്ടോമാറ്റിക്കലി സ്റ്റെബിലൈസ് ചെയ്ത് വർക്ക് ചെയ്യും. ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ നോക്കുക, ഇവിടെ ഇതൊരു ഫ്യൂവൽ ടാങ്ക് ആണെങ്കിൽ ഇതാണ് ഫ്യൂവല്. ഇപ്പൊ ഇവിടെ 300 PSI ഉണ്ട്. ഇവിടെ എയർ ആണ്, അത് 100 PSI ആണുള്ളത്. PSI എന്ന് പറഞ്ഞാൽ പ്രഷറിന് യൂണിറ്റ് കേട്ടോ. ഇത് ഫ്യൂവല് തീർന്നു വരുന്തോറും എയറിന്റെ ക്വാണ്ടിറ്റി കൂടും, ഫ്യൂവലിന്റെ ക്വാണ്ടിറ്റി കുറയും അല്ലെ? ഫ്യൂവൽ നിറഞ്ഞു വരുമ്പോഴോ ഫ്യൂവലിന്റെ ക്വാണ്ടിറ്റി കൂടും, എയറിന്റെ ക്വാണ്ടിറ്റി കുറയും. രണ്ട് പ്രഷറാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് എത്ര ഫില്ലായിട്ടുണ്ടെന്നൊക്കെ അറിയാൻ നമുക്ക് പ്രഷർ സെൻസർ വെച്ചിട്ട്, അത് ഈ ഒരു ഡിഫറൻഷ്യൽ പ്രഷർ മെത്തേഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ നമ്മളുടെ മൈക്രോഫോണിന്റെ എക്സാമ്പിളാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതില് 2 സിഗ്നലുകൾ നമ്മൾ കൊടുക്കുന്നു. അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു നോയ്സ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ നോയ്സ് എന്തായിപ്പോവും? തമ്മിൽ ക്യാൻസൽ ആയിപ്പോവും. ഇതാണ് ആക്ച്വൽ സിഗ്നൽ, ഇതാണ് നോയ്സ്. അപ്പൊ സിഗ്നൽ 1ഉം സിഗ്നൽ 2ഉം ഡിഫറെന്റ് ആണ്. രണ്ടാൾക്കാർ ഒരുമിച്ച് പാട്ട് പാടാൻ വിചാരിച്ചു, ഒരു മെയിൽ സിംഗറും ഒരു ഫീമെയിൽ സിംഗറും, രണ്ടുപേരും പാട്ട് പാടാണ്. അപ്പൊ രണ്ടുപേരുടെ സൗണ്ടും ഡിഫറെന്റ് ആണ്. ഒരാളുടെ സൗണ്ട് ഇങ്ങനെയാണ്, ഒരാളുടെ സൗണ്ട് ഇങ്ങനെയാണ്. ഓക്കെ, ഒന്ന് ഇങ്ങനെയാ പോകുന്നത്, ഒന്ന് ഇങ്ങനെയാ പോകുന്നത്. ഫേസ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ആ സ്റ്റേജിനകത്ത് ബാക്കിയുള്ള ആൾക്കാരെ ബഹളം വെക്കുന്നതൊക്കെ ഈ 2 മൈക്കും പിക്ക് ചെയ്യുന്ന ഒരേപോലെ ആയിരിക്കും. ദാറ്റ് ഈസ് എ നോയ്സ്. ആ നോയ്സ് ഒരേപോലെ ആയിരിക്കും. കണ്ടോ? ഈ ഒരേപോലെയുള്ള ആളെ എന്ത് ചെയ്യും? ഓപ്പറേഷണൽ ആംപ്ലിഫയർ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം ഇവരെ രണ്ടുപേരെ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്കിവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഈ 1ാമത്തെ മൊഡ്യൂൾ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം. ഓക്കെ, അപ്പൊ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ നോക്കാം. എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ബോറിംഗ് ആവുന്നതിന്റെ ഏറ്റവും വലിയ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അപ്ലിക്കേഷൻ അറിയാതെ പഠിക്കുന്നതുകൊണ്ടാണ്. അപ്ലിക്കേഷൻ അറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇരുന്ന് പഠിക്കും. ഓക്കെ, ഏത് ഡെറിവേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും, ഏത് പ്രോബ്ലവും നിങ്ങൾ ചെയ്യും. ഇത് തിയറി പറഞ്ഞിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവാനാ? നമ്മളെ ബ്രെയിൻ എപ്പോഴും എന്താ ചെയ്യുള്ളൂ? കാണുന്നതും കേൾക്കുന്നതും ഉള്ള കാര്യങ്ങളെ നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യുള്ളൂ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെപ്പറ്റി ഞാൻ അടുത്ത മൊഡ്യൂളിന്റെ ബിഗിനിങ്ങിൽ നല്ലൊരു ക്ലാസ് തരാം, എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് കേട്ടോ. യെസ്. ഓക്കെ, ഇനി 2ാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഫീഡ്ബാക്ക്, പിന്നെ ഓപ്പ് ആമ്പിന്റെ അപ്ലിക്കേഷൻസ് ആണ്. ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇതിനു മുമ്പേ ഏതെങ്കിലും സബ്ജക്റ്റിൽ പഠിച്ചിട്ടുണ്ടാവും, സർക്യൂട്ടിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതായത് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്തിനാന്ന് വെച്ചാൽ, ഇവിടെ നമ്മളൊരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ നമ്മൾ ഡിസൈൻ ചെയ്തു. ഞാൻ ഡിസൈൻ ചെയ്തൊരു ഓപ്പ് ആമ്പ് ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, 2 ഇൻപുട്ടും ഉണ്ട്, ഇതിനൊരു ഔട്ട്പുട്ടും ഉണ്ട്. ഇത് ഒരു 50 ഇരട്ടി വലുതാക്കുന്ന രീതിയിലാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു സിഗ്നല്, ഒരു ഇൻപുട്ട് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഈ ഇൻപുട്ട് ഞാൻ ഗ്രൗണ്ട് ചെയ്തു, സോ ദാറ്റ് ഇത് ഉപയോഗിക്കുന്നില്ല. ആദ്യത്തേലാണ് ഞാൻ ആക്ച്വലി കൊടുക്കുന്നത്, ഇൻപുട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ ഞാൻ ഇൻപുട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇൻപുട്ട് കൊടുക്കുന്നത് 1 വോൾട്ട് ആണെന്ന് വിചാരിച്ചോ. 1 വോൾട്ട് ആണ് ഞാൻ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് എത്ര കിട്ടും? 1 × 5 50 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇതിങ്ങനെ അല്ല എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞു കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പൊ ഇത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ ഒരു 1ന് പകരം നിങ്ങൾ ഇവിടെ 2 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 100 കിട്ടും. 3 കൊടുക്കുകയാണെങ്കിൽ 150 കിട്ടും. ഇതിങ്ങനെ ഈ ഒരു പാറ്റേണിൽ ഈ 50 ഇരട്ടി വലുതാക്കുന്ന രീതിയിൽ ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ 50നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിലോ, ഈ 50നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിലോ അടിപൊളിയായിരിക്കും അല്ലേ? അതായത് ഈ 50നെ നമുക്ക് 20 ആക്കാം, 10 ആക്കാം, 2 ആക്കാം, 100 ആക്കാം. ഇങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരേ ഇൻപുട്ടിന് തന്നെ നമുക്ക് ഔട്ട്പുട്ട് ഡിഫറെന്റ് ആക്കി എടുക്കാൻ പറ്റും. ഉദാഹരണം, ഞാനിവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൈക്കിലൂടെ നിങ്ങൾ അപ്പുറത്തിരുന്ന് കേൾക്കാന്ന് വിചാരിച്ചോ. ഞാൻ ഭയങ്കര പതിയാ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ആംപ്ലിഫയറിൽ പോയിട്ട് ആ നോബ് ഒന്ന് പിടിച്ച് തിരിക്കുകയാണെങ്കിൽ അവിടെ ശബ്ദം കൂടി അല്ലേ? നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിവിടെ സംസാരിക്കുന്നതിന് വോളിയം കൂട്ടിയിട്ടുണ്ടോ? ഇല്ല. ഞാൻ സംസാരിക്കുന്ന ഈ ഒരു പതിയെ തന്നെയാ സംസാരിക്കുന്നത്. നിങ്ങളത് കേൾക്കാത്തോണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? ആംപ്ലിഫയറിന്റെ ഗെയിൻ പിടിച്ച് തിരിച്ചു. അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇങ്ങനെ ട്യൂൺ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവും. അത് പിടിച്ച് തിരിച്ചു. നമ്മള് റേഡിയോയിലും ബാക്കി മ്യൂസിക് പ്ലേയേഴ്സിലൊക്കെ ഉണ്ട്. അല്ലേ? അല്ലെങ്കിൽ നിങ്ങളെ ഫോണിലാണ്, നിങ്ങൾ യൂട്യൂബിൽ ഇത് കേൾക്കാണ്, എന്തോ ഒരു ക്ലാസ് കേൾക്കാണ്, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കാണ്. നിങ്ങൾക്ക് വോളിയം പോരാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വോളിയം റോക്കർ പിടിച്ച് ഞെക്കും അല്ലേ? അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്? എത്ര ഇരട്ടി വലുതാവുന്നു അല്ലെങ്കിൽ സ്പീക്കറിലേക്ക് പോകുന്ന ഔട്ട്പുട്ട് നമ്മൾ ബൂസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇങ്ങനെ അത് ഈ ഒരു സെറ്റപ്പിൽ അതിനെ ഒരിക്കലും അങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതങ്ങനെ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനൊരു ഫീഡ്ബാക്ക് കൊടുക്കണം. ഓക്കെ, അതായത് ഔട്ട്പുട്ടിനെ നമ്മൾ ഇൻപുട്ടിലേക്ക് തിരിച്ച് ഫീഡ് ചെയ്തെടുക്കണം. ജസ്റ്റ് ലൈക്ക് ദിസ്. കണ്ടോ? അപ്പൊ ഇവിടെ നിങ്ങോട് ഔട്ട്പുട്ടിൽ നിങ്ങോട് വോൾട്ടേജ് തിരിച്ച് റിവേഴ്സ് ഇൻപുട്ടിലേക്ക് വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗെയിൻ എന്താവും? കുറയും. ഈ 50 ഉള്ളതിനെ നമുക്ക് കുറച്ച് 40 ആക്കാം, കുറച്ച് 30 ആക്കാം. ഈ ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഗെയിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ കാണുന്ന മിക്ക ആംപ്ലിഫയേഴ്സും ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് ആണ്. ഫീഡ്ബാക്ക് ആംപ്ലിഫയർ അല്ലെങ്കിൽ അവിടെ ഒച്ച കൂട്ടൽ കുറയ്ക്കൽ പരിപാടിയൊന്നും നടക്കില്ല. അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഏതൊരു ഇതിലാണോ അതിൽ തന്നെ വർക്ക് ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി ഇതിന് ഓപ്പാമ്പിന്റെ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻസ്. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഉണ്ടാക്കാം നമുക്ക്. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് വെച്ചാൽ നമ്മളൊരു സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ ആ സിഗ്നൽ ഔട്ട്പുട്ടിൽ എത്തുമ്പോൾ തല തിരിഞ്ഞു വരും. അതായത് നിങ്ങൾ 2 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് -2 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടും. നിങ്ങൾ -2 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് +2 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ തല തിരിക്കും. ഇനി തല തിരിക്കാത്ത രീതി ചെയ്യണോ? അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ലോ പാസ് ഫിൽറ്ററും ഹൈ പാസ് ഫിൽറ്ററും നിങ്ങൾക്ക് ഉണ്ടാക്കാം. എന്താ ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ? അതായത് ഒരുപാട് ഫ്രീക്വൻസീസ് ഉണ്ടെങ്കിൽ അതിൽ ആവശ്യമുള്ളതിനെ മാത്രം ഫിൽറ്റർ ചെയ്ത് വിടാം. ഉദാഹരണം, 3 ആൾക്കാർ കൂടിയിട്ട് ഒരു പാട്ട് പാടുക എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പം ഞാനൊരു പാട്ട് പാടുകയാണ്. എൻ്റെ കൂടെ എന്താ പറയുക, നിങ്ങൾ ഒരാള് സ്റ്റുഡൻറ്, നിങ്ങളൊന്ന് പാട്ട് പാടുകയാണ്. പിന്നെ അപ്പുറത്തെ ബിൽഡിങ്ങിലുള്ള സ്കൂളിലുള്ള ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് വിളിക്കാം. അപ്പൊ നമ്മൾ 3 പേരും കൂടി ഒരു പാട്ട് പാടുകയാണ്. ആരൊക്കെയാണുള്ളത്? ഞാനുണ്ട്, അതേപോലെ തന്നെ നിങ്ങളുണ്ട്, പിന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇരട്ടി പ്രായമുണ്ട് എനിക്ക്, നിങ്ങളുടെ പകുതി പ്രായമുള്ളൂ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക്. ശരിയല്ലേ? 5ാം ക്ലാസ് അല്ല, എത്രയാ വെച്ചാൽ നിങ്ങൾ നോക്കിക്കോട്ടോ. കറക്റ്റ്, ഞാൻ ജസ്റ്റ് പറയുന്നു. അപ്പം ഇതില് പിന്നെ എന്റെ സൗണ്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ള സൗണ്ടാണ്. നിങ്ങളുടെ സൗണ്ട് കറക്റ്റ് നല്ലൊരു ടീനേജർ വോയിസ് ആണ്. കുട്ടീന്റെ സൗണ്ട് അത്യം ബാസ് ഒന്നുമില്ല, മെച്ചുവർ ആയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഈ പാട്ട് പാടുന്ന സമയത്ത് ശരിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാട്ട് പാടാൻ അറിയില്ല എന്ന് വിചാരിച്ചു. എനിക്കും പാട്ട് പാടാൻ അറിയില്ല, ചെറിയ കുട്ടിക്കും പാട്ട് പാടാൻ അറിയില്ല. പക്ഷെ നിങ്ങൾ പ്രൊഫഷണലി പാട്ടൊക്കെ പഠിച്ച ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിൽട്ടർ വെച്ച്, ഒരു ലോ പാസ് ഹൈ പാസ് ഫിൽട്ടർ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഹൈ ഫ്രീക്വൻസി ആയ ആ കുട്ടിയുടെ സൗണ്ട് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലോ പാസ് ഫിൽട്ടർ വെച്ച് ലോ ഫ്രീക്വൻസിയിലുള്ള എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അപ്പൊ 3 വ്യത്യസ്ത ആൾക്കാരുടെ സൗണ്ട് ഒരേ മൈക്കിലേക്ക് കയറുകയാണെങ്കിലും അതിന്റെ ഔട്ട്പുട്ട് എന്ത് പുറത്തേക്ക് വരണം എന്നുള്ളത് നമുക്ക് ഈ 2 സാധനങ്ങൾ വെച്ച് തീരുമാനിക്കാം. നിങ്ങളുടെ സൗണ്ട് മാത്രം പുറത്തിറക്കാം, എൻ്റെ സൗണ്ട് മാത്രം പുറത്തിറക്കാം, അതേപോലെ തന്നെ ചെറിയ കുട്ടീൻ്റെ സൗണ്ട് വേണമെങ്കിൽ മാത്രം നമുക്ക് പുറത്തിറക്കാം. ബാക്കിയുള്ളതിനെയൊക്കെ ഫിൽട്ടർ ചെയ്ത് കളയാം. അപ്പൊ അതിനാണ് നമ്മൾ ഈ ലോ പാസ് ഫിൽട്ടർ, ഹൈ പാസ് ഫിൽട്ടർ എന്നൊക്കെ പറയുന്നത്. ഹൈ പാസ് എന്ന് പറഞ്ഞാൽ ഹൈ പാസ് ചെയ്ത് പോകും. ഇവിടെ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കുട്ടീന്റെ ഫ്രീക്വൻസി, അത് പാസ് ചെയ്ത് പോകും. ലോ പാസ് ഫിൽട്ടർ എന്ന് പറഞ്ഞാലോ ലോ പാസ് ചെയ്ത് പോകും. അപ്പം എൻ്റെ സൗണ്ട് മാത്രം പാസ് ചെയ്യും, നിങ്ങളുടെ രണ്ടുപേരെയും ബ്ലോക്ക് ആവും. അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഈ മിക്സറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഓഡിയോ മിക്സിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് DJ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ആ DJ ജോക്കി സ്റ്റേഷന്റെ അടുത്ത് തന്നെ അതിന്റെ ആംപ്ലിഫയർ ആൻഡ് മിക്സർ ഉണ്ടാവും. അപ്പൊ ആ മിക്സറിൽ അവര് കറക്റ്റ് ആ ട്രിബിളും ബാസും ഇക്വലൈസർ ബാലൻസ് ചെയ്ത് കൃത്യമായിട്ട് എടുക്കുന്ന കാണാം. എത്ര ആൾക്കാർ വ്യൂവേഴ്സ് ഉണ്ട്, എത്ര റിപ്ലൈ, എത്ര എക്കോ ഉണ്ട്, എത്ര റിവൈബ്രേഷൻ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് അവരത് ട്യൂൺ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ വോൾട്ടേജ് ഫോളോവർ
അതായത് ലോഡിംഗ് എഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടി ലോഡിംഗ് എഫക്റ്റ് എന്താണെന്നുള്ളത് ഫസ്റ്റ് യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. ഇൻപുട്ട് ഇംപെഡൻസ്, ഔട്ട്പുട്ട് ഇംപെഡൻസ്, ഈ വാക്കൊക്കെ വന്നുകൊണ്ടാണ് നിങ്ങൾ കുറച്ചെങ്കിലും അടുത്ത് സർക്യൂട്ട് പഠിച്ചത്. അതൊക്കെ ഞാൻ മാറ്റിത്തരാം. എന്താ സംഗതി എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അത് ലോഡിംഗ് എഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടി ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ നമ്മൾ നേരത്തെ പറഞ്ഞു. ബാൻഡ് പാസും ബാൻഡ് റിജക്റ്റും ഇപ്പോൾ പറഞ്ഞു. ഇത് ഹൈ പാസ് ചെയ്യും, ഇത് ലോ പാസ് ചെയ്യും. ഇതൊരു പ്രത്യേക ഫ്രീക്വൻസിനെ മാത്രം പാസ് ചെയ്യും, ബാക്കിയുള്ള എല്ലാത്തിനെയും ബ്ലോക്ക് ചെയ്യും. ഓക്കെ. പിന്നെ സമ്മിങ് ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാം. 3 വോൾട്ടേജ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ 3ന്റെ സം ഇവിടെ കിട്ടും. ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ആണ് നേരത്തെ കണ്ട ECG എന്ന് പറയുന്നതിന് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ എന്നാണ് വിളിക്കുക. പ്രിസിഷൻ റെക്ടിഫയർ എന്ന് വെച്ചാൽ സാധാ റെക്ടിഫയർ ആണ്. സാധാ റെക്ടിഫയറിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്താ? സാധാ റെക്ടിഫയർ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചിട്ട് ഡയോഡ് വെച്ചിട്ടാണ്, അല്ലേ? ഈ ഡയോഡ് ഓൺ ആവണമെങ്കിൽ 0.7 വോൾട്ട് വേണം. അപ്പൊ ഈ 0.7 താഴെയുള്ള വോൾട്ടേജ് ആണ് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യണമെങ്കിലോ നിങ്ങളുടെ ഡയോഡ് ഓൺ ആവുക പോലും ഇല്ല. അങ്ങനത്തെ സമയത്ത് നമുക്ക് എന്ത് ഉപയോഗിക്കാം? പ്രിസിഷൻ റെക്ടിഫയർ ഉപയോഗിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ലോഗരിതം കണ്ടുപിടിക്കുന്ന, ആന്റി ലോഗ് കണ്ടുപിടിക്കുന്ന ആംപ്ലിഫയർ. കമ്പാരേറ്റർ, 2 ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏതാണ് വലുത്, ഏതാ ചെറുത്, ലാർജർ ഏതാ, സ്മോളർ ഏതാ കണ്ടുപിടിക്കാം. സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാനുള്ള ഷ്മിറ്റ് ട്രിഗർ. പിന്നെ നിങ്ങളെ ലാബിൽ ഫംഗ്ഷൻ ജനറേറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഉപയോഗിക്കുന്ന ട്രയാങ്കുലർ സോട്ടൂത്ത് വേവ് ഫോം, CR വേവ് ഫോംസ് ഒക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ. സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട്, അതായത് ഒരു വാല്യൂ എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കും കുറച്ച് നേരത്തേക്ക്. അപ്പം ചിലപ്പോൾ എന്താ വെച്ചാൽ ഒരു ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അതിന് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞ് ആ ഇൻപുട്ട് അപ്പം തന്നെ മാഞ്ഞു പോവുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. കാരണം ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന ഇൻപുട്ട് കുറച്ച് നേരം നോക്കി നിൽക്കണം. ഒരു ഡയഗ്രാം എന്താ പറയുക, നിങ്ങളെ ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങളോട് ഇത് വരയ്ക്കാൻ പറയുകയാണ്. പക്ഷെ ഫോട്ടോ കാണിച്ച് അപ്പം തന്നെ ഞാൻ മാറ്റി. നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പിടിക്കണം, അല്ലേ? നല്ല നോക്കിയിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഞാൻ ഇൻപുട്ട് കാണിച്ചു, ഞാൻ അതിനെ ഹോൾഡ് ചെയ്തു. ഈ ഹോൾഡ് ചെയ്ത് നോക്കി നിങ്ങൾ ഔട്ട്പുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സാമ്പിൾ ആൻഡ് ഹോൾഡ് എന്ന് പറയുന്ന സാധനം. പിന്നെ ഇന്റഗ്രേറ്റർ ഉണ്ടാക്കാം, ഡിഫറൻഷിയേറ്റർ ഉണ്ടാക്കാം. ഇന്റഗ്രേറ്ററും ഡിഫറൻഷിയേറ്ററൊക്കെ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതാണ് നമ്മളെ 2ാമത്തെ യൂണിറ്റിലെ പണി. ഇവന്മാരെയൊക്കെ കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പൊ ഇതിപ്പോ കേൾക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഒന്നും നമ്മൾ പറഞ്ഞ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലോ സിലബസിലോ ഇല്ല കേട്ടോ. അത് ഒരു യൂണിവേഴ്സിറ്റി പോയാലും അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പറഞ്ഞു തരില്ല. ഇപ്പൊ നിങ്ങൾ മെട്രിക്സ് പഠിച്ചിട്ടില്ലേ? മെട്രിക്സിൽ നിങ്ങൾ ട്രാൻസ്പോസ് എടുക്കുന്നത് പഠിച്ചിട്ടുണ്ടാവും. റോയിലുള്ള എലമെന്റ്സ് ഒക്കെ കോളത്തിലേക്ക് എഴുതാം. ഒരു റോ ഇങ്ങനെയുള്ള എടുത്ത് കോളാക്കിയിട്ട് എഴുതി, അടുത്ത റോ എടുത്ത് കോളമാക്കിയിട്ട് എഴുതി, അടുത്ത റോ എടുത്ത് കോളമാക്കിയിട്ട് എഴുതി. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ട്രാൻസ്പോസ് കിട്ടും. അത് തന്നെയാണ് നിങ്ങൾ ഈ ഫോണിന്റെ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. സ്ക്രീൻ ഒരു പിക്ചർ നിങ്ങൾ പോർട്രേറ്റിൽ എടുത്തിട്ട് അതിങ്ങനെ തിരിക്കുമ്പോൾ നിങ്ങളെ ഫോണിലെ ലാൻഡ്സ്കേപ്പ് ആയി മാറുന്നില്ലേ? ആ പിക്ചറിന്റെ കറക്റ്റ് ഓരോ പിക്സലും എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഫിറ്റ് ചെയ്യും. അപ്പൊ ആ ഇമേജ് മൊത്തത്തിൽ തിരിയും. ഇത് അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. നിങ്ങൾ ഏതെങ്കിലും ബുക്കിനകത്ത് ഇങ്ങനെ വായിച്ചിട്ടുണ്ടാവും. അത് അങ്ങനെ ഒരിക്കലും ഒരു ബുക്കിലും ഉണ്ടാവില്ല, ഒരു ക്ലാസ്സിലും പറയൂല. അത് നമ്മളുടെ പണിയാണ് തപ്പി ഇറങ്ങി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ കണ്ടുപിടിക്കല്. അങ്ങനെ കണ്ടുപിടിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ കേട്ടോ. യെസ്. ഇനി മൊഡ്യൂൾ 3 നോക്കുകയാണെങ്കിൽ ഓസിലേറ്റേഴ്സ്, മൾട്ടി വൈബ്രേറ്റേഴ്സ്, ഫിൽറ്റേഴ്സ്. ഇതിൽ ഫിൽറ്റേഴ്സ്, റെഗുലേറ്റേഴ്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഓസിലേറ്റർ, മൾട്ടി വൈബ്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എന്താ പറയാ, നേരത്തെ പറഞ്ഞ പോലെ ബാൻഡ് പാസ് ഫിൽറ്റർ. ഓസിലേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വേവ് ഫോം, നമ്മൾ DSOയിലും CROയിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വേവ് ഫോം ഉണ്ടാക്കാൻ വേണ്ടി. ഫംഗ്ഷൻ ജനറേറ്റർ, അല്ലെ? ഫംഗ്ഷൻ ജനറേറ്ററിൽ കുറെ സിഗ്നലുകൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊക്കെയാണ് ഓസിലേറ്റേഴ്സിന്റെ, മൾട്ടി വൈബ്രേറ്റേഴ്സിന്റെ ഒക്കെ ഉപയോഗം. മൊഡ്യൂൾ 4ലേക്ക് പോവുകയാണെങ്കിൽ ടൈമർ IC, ഫേസ് ലോക്ക്ഡ് ലൂപ്പ്, VCO, ഡാറ്റ കൺവേർട്ടർ, ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിനകത്തുള്ള ഇപ്പം മേ ബി വാച്ച് ഡോഗ് ടൈമർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് 5 സെക്കൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫോൺ തൊടാതിരുന്നാൽ 5 സെക്കൻഡ് ആകുമ്പോഴേക്കും ഫോൺ തന്നെ ഓഫ് ആവും, അല്ലേ? തന്നെ ഓഫ് ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ഫോൺ ഓൺ ആയിരുന്നിട്ട് നിങ്ങളെ ബാറ്ററി ഉള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ 1 മിനിറ്റ് ഇടാം. 1 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ഇൻപുട്ട് കൊടുക്കുന്ന, നിങ്ങൾ കൈ തൊടുന്നത് നിർത്തിയിട്ട് 1 മിനിറ്റ് ആകുമ്പോഴേക്കും അത് ഓഫ് ആവും തന്നെ, അല്ലേ? സ്ക്രീൻ ലോക്ക് ആവും. അതിന് വേണ്ടി അതിനുള്ള ഒരു ടൈമർ ഉണ്ട്. ഈ 1 മിനിറ്റ് എണ്ണാൻ വേണ്ടി ഒരാളെ നമ്മൾ വെക്കണ്ടേ ഇലക്ട്രോണിക്കലി. അതിനാണ് ഈ വാച്ച് ഡോഗ് ടൈമർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന 555 IC പറ്റി നമുക്ക് പഠിക്കാനുണ്ട്.
പിന്നെ PLL ഡാറ്റ കൺവേർട്ടേഴ്സ്, ഫേസ് ലോക്ക്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് ഫേസ് ലോക്ക് ലൂപ്പ്. ഓക്കെ, അതായത് 2 ഇൻപുട്ട് ഉണ്ടാവും ഈ സെറ്റപ്പിന്. ഒരു ഇൻപുട്ട് നമ്മൾ റിയൽ എന്തെങ്കിലും ഒരു പാട്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കും. ഇവിടെ നമ്മൾ ഒരു AC വോൾട്ടേജ് കൊടുക്കുന്നു. ഈ AC വോൾട്ടേജിന്റെ ഫ്രീക്വൻസി മാറ്റുമ്പോൾ ഈ പാട്ടിന്റെ ഫ്രീക്വൻസി അനുസരിച്ചിട്ട് മാറും. ഓക്കെ, അപ്പൊ അതിനൊക്കെ അപ്ലിക്കേഷൻ ഞാൻ ആ സമയത്ത് പറയാം. നമ്മളിങ്ങനെ വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, ഡോണ്ട് വറി. പിന്നെ DAC ADC എന്ന് വെച്ചാൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും. ഒരു മൈക്രോഫോണിന് അനലോഗ് സിഗ്നൽ ആണ്, അതിന് നമുക്കൊരു കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലെ. അതേപോലെ അതിന് സ്പീക്കറിൽ കേൾക്കണമെങ്കിലോ തിരിച്ച് ഈ ഒരു ഡിജിറ്റൽ മൈക്രോ പ്രോസറിലുള്ള സാധനം ഇത് ഡിജിറ്റൽ ഔട്ട്പുട്ട് തരാം, അതിനെ തിരിച്ച് അനലോഗ് ആക്കിയാൽ മാത്രമേ നമുക്ക് സ്പീക്കറിൽ കേൾക്കാൻ പറ്റുള്ളൂ. കാരണം സ്പീക്കർ എന്ന് പറയുന്നത് അനലോഗ് ആണ്, മൈക്രോഫോൺ എന്ന് പറയുന്നത് അനലോഗ് ആണ്. പക്ഷെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെമ്മറി കാർഡ് ഡിജിറ്റൽ ആണ്. DAC ADC ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നു. യെസ്, അത്രയൊക്കെയാ പറയാനുള്ളൂ. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നുള്ളൂ. എങ്ങനെയാ ക്ലാസ്സസ് പോവാ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മള് പ്രാക്ടിക്കൽ സൈഡിലാണ് പോവുക. അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം എല്ലാത്തിൻ്റെയും പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ പറഞ്ഞ് വേണമെങ്കിൽ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാം. പക്ഷെ എനിക്ക് 1 കൊല്ലം സമയം തരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാം നിങ്ങളെ പ്രാക്ടിക്കലി നടക്കും പഠിപ്പിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. പക്ഷെ നമുക്ക് എല്ലാം സമയമില്ല അല്ലെ. എല്ലായിടത്തും തന്നെയാണ് പ്രശ്നം. ഈ സമയമില്ലാത്തതുകൊണ്ടാണ് ഈ ബോറിംഗ് ആവുന്നത്. അപ്പൊ ഇത് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ആര് ചെയ്യേണ്ട പണിയാണ്? നിങ്ങൾ ചെയ്യേണ്ട പണിയാണ്. ഞാനിപ്പോൾ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം കടയിൽ പോവുക, വാങ്ങുക, ഉണ്ടാക്കി നോക്കുക. ചിലപ്പോൾ 2 ദിവസം കത്തിപ്പോവും, എന്നാലും ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം മനസ്സിലായി. നിങ്ങൾ അത് ചെയ്യാതെ ഒരു തരത്തിലും നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. ഈ ഡെറിവേഷനും മാത്തമാറ്റിക്കൽ ഇക്വേഷനും വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാവാനാ? ഒന്നും മനസ്സിലാവില്ല. ഈ പഠിക്കുന്ന സാധനം നിങ്ങൾ കോളേജിലാണെങ്കിലും ടീച്ചർ ബോർഡിൽ എഴുതുന്ന സാധനം എന്താന്നുള്ളത് മനസ്സിലായാൽ മാത്രമേ ബ്രെയിനിൽ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സാധനം മറന്നു പോകും. നിങ്ങൾ ഇപ്പൊ ഞാനൊരു ഓസിലേറ്റർ ഇവിടെ പഠിച്ചു, നിങ്ങളൊരു ഓസിലേറ്റർ വീട്ടിലുണ്ടാക്കി, നിങ്ങളൊരു ബൾബ് ബ്ലിങ്ക് ചെയ്യിപ്പിച്ചു എന്ന് വിചാരിച്ചോ, നിങ്ങൾ ഇനി 1 അല്ല 10 അല്ല, നിങ്ങൾ മരിക്കുന്നവരെ നിങ്ങൾ ആ കാര്യം മറക്കൂല. ഞാനാ പറയുന്ന ഗ്യാരണ്ടി. കാരണം നിങ്ങൾ ഉണ്ടാക്കി നോക്കി സക്സസ് ആയതാ. ശരിയല്ലേ? നിങ്ങൾ ഉണ്ടാക്കി നോക്കിയ ഒരു കാര്യം ഒരിക്കലും നിങ്ങൾക്ക് രണ്ടാമത് പിന്നെ അതിനെപ്പറ്റി ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ബുക്ക് നോക്കി പഠിക്കണോ? നിങ്ങൾ ഉണ്ടാക്കിയ സാധനത്തെ പറ്റി ഒരു ചോദ്യം ചോദിക്കണം, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ബുക്കിലുള്ളതിനേക്കാളും ഡീസൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിന് നിങ്ങൾ തലേദിവസം റിവിഷൻ ചെയ്യണോ? വേണ്ട. അപ്പൊ പഠിക്കേണ്ട രീതി പഠിച്ചു കഴിഞ്ഞാൽ തലേദിവസത്തെ വായന ഒന്നും വേണ്ട. തലേദിവസമൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുമോ, ഗെയിം കളിക്കുകയോ എന്താണ് ചെയ്തോ. അതാണ് ശരിക്കുള്ള മെത്തേഡ് പഠിക്കാനുള്ളത്. കുറേയൊക്കെ ഞാൻ നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. പക്ഷെ ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ ചെയ്യണം. ഓക്കെ, എന്തായാലും നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് ക്ലാസ് ഇതേപോലെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. നിങ്ങൾക്ക് സംഭവം എന്താണെന്നുള്ളത് ചെറുതായിട്ട് മനസ്സിലാവും. അങ്ങനെ ഒരു 2 മൊഡ്യൂളൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് സംഗതി എങ്ങനെയാണ് ബിടെക് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പതിയെ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് പെട്ടെന്നൊന്നും കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റില്ല. ഓക്കെ, യെസ്. അപ്പൊ ജോലി കിട്ടാത്തതിന്റെ കാരണം വിവരമില്ലാത്തതുകൊണ്ടാണ്, അറിവില്ലാത്തതുകൊണ്ടാണ്. കഷ്ടമാണ് ബിടെക് പാസ്സായാലും 2 ബാറ്ററിയും ബൾബും കൊടുത്ത് കത്തിക്കാൻ അറിയാത്ത ആൾക്കാരെ പുറത്തിറങ്ങുന്നത്. എത്ര വലിയ കോളേജിൽ നിന്നാണെങ്കിലും. എന്നാൽ യുവന്മാരോടൊക്കെ ഡെറിവേഷൻ ചെയ്യാൻ പറഞ്ഞാൽ അതൊക്കെ നല്ല അടിപൊളിയായി ചെയ്തു തരും. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ 10 പേജ് ഡെറിവേഷൻ ചെയ്യുന്നത് നോക്കിയിട്ട് ഏതെങ്കിലും കമ്പനി നിങ്ങൾ എടുക്കുമോ? അവർക്ക് വേണ്ട പ്രാക്ടിക്കൽ സ്കില്ല, നോളജാണ് അവർക്ക് വേണ്ടത്. അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ജോലിയില്ലാതെ നടക്കുന്നത്. ഈ ബിടെക്കാർക്ക് ജോലിയില്ല എന്നുള്ള ചീത്ത പേരൊക്കെ. അങ്ങനെയൊന്നല്ല, അത് ചെയ്യേണ്ട രീതി ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് പതിയെ മനസ്സിലാക്കി എടുക്കാം. റൈറ്റ്. അപ്പൊ ഈ ഒരു ക്ലാസ്, ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിങ്ങൾക്കൊരു റിഫ്രഷിംഗ് ആണ് ആയെന്ന് തോന്നുന്നു. അപ്പൊ ഇതിന്റെ ഫീഡ്ബാക്സ് ഒക്കെ പറയണം കേട്ടോ. നിങ്ങൾ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫീഡ്ബാക്ക് എനിക്ക് തരണം. ഈ ഒരു രീതിയിലാണ് ഞാൻ പഠിപ്പിക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് പ്ലസ് എന്തൊക്കെയാണ് മൈനസ് എന്നുള്ളതൊക്കെ നമ്മുടെ അടുത്ത് കൺവേ ചെയ്യണം. യെസ്. അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.